ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദാകെ തകർന്നടിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ആളവിടെ ഇരുന്നു വിഷമിച്ച് അതിനുശേഷം രാത്രിയായപ്പോൾ അതേ പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോ കാര്യം ആലോചിച്ച്. അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വന്നു. വേദ എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. എന്താ, ഞാൻ ഇന്നലെ നീ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, എന്തോ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നിനക്ക് എന്നോട് പറയാം, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. അത് പിന്നെ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞു. എന്നിട്ട് അനിയൻകുട്ടനെ സംഭവിച്ച ആ ഒരു കാര്യം എന്താണെന്ന് മാഷിനോട് പറയുകയാണ് കേട്ടോ. അപ്പൊ മാഷ് ആകെ ഷോക്കായി പോയി. പിന്നെ അതിനുള്ള എന്താണെങ്കിലും വിക്രം അനിയൻകുട്ടനെ തൊട്ടവരെ വെറുതെ വിടില്ല, അതിന് എന്താണെങ്കിലും മറുപടി തീർച്ചയായിട്ടും കൊടുക്കും. അതുകൊണ്ടാ ഒരിക്കലും തീരാത്ത ഒരു യുദ്ധം പോലെ തീർന്നു പോവാണല്ലോ അച്ഛാ. അതറിയാവുന്നത് കൊണ്ടാ ഞാൻ നിന്നെ ഈ അഴുക്കിലേക്ക് വന്ന് വീഴരുത് എന്ന് നിർബന്ധിച്ചത്. എങ്ങനെയെങ്കിലും നീ ഇവിടുന്ന് പോണം എന്ന് ഞാൻ ശടിക്കാനുള്ള കാരണം, ഒരിക്കൽ കമലയ്ക്കായിരുന്നു നീ ഇവിടെ വേണം എന്നുള്ള നിർബന്ധം. എന്നിട്ടിപ്പോ അവള് തന്നെ നിനക്ക് എതിരായി നിൽക്കുമല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. നായയുടെ വാലെ കുഴലിട്ട് നേരാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ലോകം മുഴുവൻ പറഞ്ഞാലും ചിലർക്ക് അത് ശ്രമിച്ചു നോക്കണം എന്നൊരു തോന്നൽ വരും. അത്രമൊരു പാഴ്വേലയാ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി. അപ്പോൾ വിക്രം തെരുവിൽ ആരുടെയെങ്കിലും കത്തിമുനയിൽ തീർന്നോട്ടെ എന്നാണോ അച്ഛൻ വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. ആണോ അച്ഛാ എന്ന് ചോദിച്ചു. ലോകത്ത് ഒരച്ഛനും അങ്ങനെ വിചാരിക്കില്ല മോളെ എന്ന് പറഞ്ഞു. പിന്നെ മക്കളെ കുറിച്ചുള്ള കാര്യമാകുമ്പോ വിധി അനിവാര്യമാവ് ആണ് എന്ന് സമാധാനിക്കാനും വയ്യ. നീറുക, നീറി നീറി ഒടുങ്ങ, അത് തന്നെ, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മാതാപിതാക്കളുടെ മുന്നിൽ വച്ച് ആരാന്റെ കൈ കൊണ്ട് മരിച്ചു വീഴുന്ന കണ്ട ഗതികേടിലായി പോയി ഞാനും കമലയും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധി വന്നാൽ എന്തായാലും മറികടക്കാനായിട്ട് കമലയെ കൊണ്ട് കഴിയില്ല. അവൾ എന്തെങ്കിലും കടുകൈ ചെയ്യും. കമലയില്ലാത്ത ഈ ലോകത്ത് ഒരിക്കലും ഈ സുധാകരൻ മാഷു ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മാഷു അച്ഛാ എന്ന് വിളിച്ചു വേദ. അങ്ങനൊരു അവസ്ഥയിലേക്ക് ഞാനുള്ളപ്പോ നിങ്ങളെ തള്ളിവിടില്ല, ഉറപ്പ്. ചെയ്യാനാവും? നീ പറഞ്ഞ അനുസരിക്കും എന്നുള്ള മൂഢ വിശ്വാസം നിനക്കുണ്ടോ? ഞാൻ പറഞ്ഞ വിക്രം അനുസരിക്കില്ല. പക്ഷെ കുറച്ചു കാലം ഈ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിന്നാൽ ചിലപ്പോ ചിന്തിക്കാനൊരു അവസരം കിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കണം. മാഷിങ്ങനെ ആലോചിച്ച് നിൽക്കാണ്. ഇപ്പോ നമുക്ക് വലുത് വിക്രത്തിന്റെ ജീവന് ആപത്തൊന്നും കൂടാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഏറ്റവും നല്ലത് പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ ജയിലിൽ കഴിയുന്നത് തന്നെയല്ലേ. എന്ന് വെച്ചാ നീ എന്താ പറയുന്നത് എന്ന് ചോദിച്ചോ. ഇനി ഒരു കേസ് ഉണ്ടാവുമ്പോ അതിൽ വിക്രമിനെ അറസ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം. ജയിലിൽ ഇപ്പൊ പഴയതുപോലല്ല, കൗൺസിലിങ്ങും മറ്റുമായി ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോ വിക്രത്തിന് സ്വയം മനസ്സിലാവണം, ഇത്രയും കാലം ആരോടൊക്കെയുള്ള വാശി കൊണ്ട് എന്ത് തരം ജീവിതമാണ് താൻ ജീവിച്ചതെന്ന് വിക്രത്തിനെ ബോധ്യപ്പെടുത്തുക. അതുവഴി പുറത്തു വന്നാൽ ഒരു നല്ലൊരു ജീവിതത്തിന് സാധ്യതയുണ്ട് എന്ന് വിക്രം തന്നെ തിരിച്ചറിയുകയും വേണം എന്നിങ്ങനെ പറഞ്ഞു. അതിനിടയിൽ നമുക്ക് പുറത്ത് വിക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിയമപരമായി തന്നെ നമ്മൾ പരിഹരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിന്നോളാം വിക്രത്തിനോടൊപ്പം. പക്ഷേ അച്ഛന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ മാഷിനെന്തോ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. എനിക്കറിയാം അച്ഛനിപ്പോ എന്താ ആലോചിക്കുന്നതെന്ന്. ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്നല്ലേ? അതെ, അത് തന്നെയാ ഞാൻ ആലോചിച്ചത്. ഇങ്ങനൊരു ത്യാഗത്തിന് മാത്രം ബലപ്പെട്ടതാണോ അവനുമായിട്ടുള്ള നിന്റെ ആ ജീവിതം എന്ന് ചോദിച്ചു. അത് ത്യാഗമല്ലാച്ച, ഇത് കടമയാണ് എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് അത് ചെയ്യേണ്ടത് എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് മാത്രം. പിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യില്ല അച്ഛാ, അത് മാത്രം കരുതിയാ മതി. സുധാകരൻ മാഷിന്റെ മകൻ വിക്രത്തിനെ ഇഷ്ടമാണ്, അയാളോട് സ്നേഹമാണ്. മരണം വരെ അയാളുടെ ഭാര്യയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞു. ആ ജീവിതം ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ അച്ഛന് എൻ്റെ കൂടെ എന്നെ സഹായിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാഷ് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. മുഖത്തേക്കൊന്ന് നോക്കി, ആളുടെ മുഖത്ത് ആദ്യമായിട്ടാണ് ഇത്രയധികം ചിരി കാണുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മാഷ് ഒന്ന് ചിരിച്ചു. അപ്പം വേദയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. വേദ ഇങ്ങനെ നോക്കിയിട്ട്, സത്യം പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ കമല ഇടയ്ക്കിടയ്ക്ക് ഒരിക്കൽ പറയുമായിരുന്നു എന്നോട്, മകളില്ല എന്നുള്ളൊരു വിഷമം നീ വന്നതോടെയാണ് ഇല്ലാതായത് എന്നാ. അവൾ പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം
എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ശരിക്കും ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് മാഷ് പറഞ്ഞു. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോളെ എന്നുകൂടി മാഷങ്ങ് ചേർത്തു കേട്ടോ. ആൾക്ക് ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നപ്പോഴും മാഷ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതേ ഫുഡ് എടുത്ത് വെക്കാനായിട്ട് വേദ അവിടെ നിൽപ്പുണ്ട്. കമല അവിടെ ചാരുവസയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. വേഗം തന്നെ ശ്രീജ കഞ്ഞിയൊക്കെ എടുത്തോണ്ട് ചെന്ന് നമ്മുടെ കമലയ്ക്ക് കൊടുക്കുകയാണ്. അമ്മേ കഞ്ഞി കുടിക്കുക. അമ്മ എത്ര ദിവസമായി ശരിക്കും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്ക് എന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞു. ഇന്നാണെങ്കിൽ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുമില്ല. ഇങ്ങനെ ഇരുന്ന ബിപിയും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, ആരോഗ്യം നോക്കണ്ടേ, കഴിക്കേ. അവനിപ്പോ അവിടെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ ശ്രീജെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദിനിയും അങ്ങോട്ടേക്ക് എത്തി. വേദ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അമ്മേ സബ് ജയിൽ ആഹാരത്തിന് ഒരു മുട്ടും ഇല്ലെന്നേ. 6 മണി കഴിയുമ്പോഴേക്കും അത്താഴം കഴിച്ച് കിടന്നോണം എന്നാണ് നിയമം. എല്ലും തോലുമായിട്ട് അകത്ത് പോകുന്നവരെ നല്ല തടിമിടുക്കന്മാരായിട്ടല്ലേ പുറത്തു വരുന്നത്. എന്നാലേ നീ എന്തെങ്കിലും ചെയ്ത് കുറച്ചു നാൾ അകത്ത് കിടക്ക, ഇത്തിരി കൂടി അങ്ങ് വണ്ണം വെക്കട്ടെ എന്ന് ശ്രീജ. നിന്റെ വാ വെറുതെ ഇരിക്കില്ലേ നന്ദിനി? എന്റെ പൊന്നു ശ്രീജേച്ചി, ഈ ജയിലിലൊക്കെ നേരത്തെ ഭക്ഷണം കൊടുക്കും, അതോർത്ത് പട്ടിണിക്കിരിക്കണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നാ അങ്ങനെ പറയണം. അമ്മേ ദേ ഞാൻ പറയുന്നത് കേക്ക്, ഇതൊന്ന് കഴിക്ക്, ഒന്ന് എടുത്തുകൊണ്ട് പോ ശ്രീജെ, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ കടുപ്പിച്ചു പറഞ്ഞപ്പോ ശ്രീജ അതുകൊണ്ട് പോയി. വേഗം വേദ അതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ വേദ അതുകൊണ്ട് കൊടുത്തിട്ട്, അമ്മേ എന്നോടുള്ള ദേഷ്യത്തിന് ഇത് കഴിക്കാതിരിക്കരുത്, ഞാൻ ചെയ്തത് ശരിയാണെന്ന് പിന്നീട് അമ്മയ്ക്ക് മനസ്സിലാവും. നീ കുറെ നേരമായല്ലോ നീ ചെയ്തതാണ് ശരി എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, എന്തുകൊണ്ടാണെന്ന് കൂടി പറയടി എന്ന് പറഞ്ഞ നന്ദിനി. കണ്ണി കണ്ട സത്യം തുറന്നു പറഞ്ഞു എന്നുള്ള മറുപടി പറയാൻ നിൽക്കല്ലേ, ഞങ്ങൾക്ക് ആർക്കും അത്രയ്ക്ക് സത്യസന്ധരായവരെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഹായ് ഏതായാലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാഷെ നീ കയ്യിലെടുത്തല്ലോ, നന്നായി എന്ന് പറഞ്ഞു. അയ്യോ എന്താ പറയുന്നത്, അച്ഛനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിക്രമിനെതിരെ പറഞ്ഞു എന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? അങ്ങനെയും വിചാരിക്കാലോ, അച്ഛൻ ആ നിലയ്ക്കല്ലേ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നിന്നെ കണ്ട മുഖം തിരിച്ചു പോകുന്ന ആളായിരുന്നു മാഷ്. പക്ഷെ ഇപ്പോ ഇന്ന് നിനക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ മനുഷ്യൻ. സത്യം നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ മോനെ ജയിലിലേക്ക് അയച്ചു. എന്നിട്ടിപ്പൊ പറയുന്നു അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ അങ്ങ് ചോദിക്കമ്മേ, ഒരാളെ തുറങ്ങിലടിച്ചിട്ടല്ലേ നന്മ കാണിക്കുന്നത്. നന്ദിനി എന്ന് വിളിച്ചു ശ്രീജ. ഒന്ന് പോയേച്ചി എന്ന് പറഞ്ഞു. എന്റെ മകൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ നിന്നെ ഈ വീട്ടിലേക്ക് കൈ പിടിച്ചു കയറ്റിയത്. എന്നിട്ടോ ഇവരോടൊപ്പം നിന്നെ ഞാനും അംഗീകരിക്കുകയും ചെയ്തത്. പക്ഷേ എനിക്കിപ്പൊ മനസ്സിലായി, എന്റെ ഭാര്യയുടെ കാര്യത്തിൽ നീ ഉറച്ചു നിന്നത് കൊണ്ട് മാത്രമാണ്. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്തതുപോലെ നന്ദിനി പറഞ്ഞതുപോലെ നീ അവനെ ചതിക്കായിരുന്നില്ലേ. ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു കമല. ഇനി എന്റെ മുന്നിൽ വിശദീകരിക്കാൻ നിൽക്കരുത് എന്നാണ് കമല പറഞ്ഞത്. വേഗം എഴുന്നേറ്റു. അതെ, ഒരൊറ്റ കാര്യം കൂടി ഉറപ്പ്, ജീവപര്യന്തമാണ് നിന്റെ അച്ഛൻ അവളോട് വിളിക്കുന്നതെങ്കിൽ നീ കേട്ടോ, പിന്നെ ഈ വീട്ടിൽ ഈ കമല ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഉറപ്പ് എന്നുകൂടി കമല ചേർത്തു കേട്ടോ. എന്താന്ന് വെച്ചാ നിന്നെ കണ്ടുകൊണ്ട് പിന്നെ എനിക്ക് ഇവിടെ കഴിയാൻ വയ്യാത്തത് കൊണ്ട്, നിന്നെ കാണുമ്പോഴൊക്കെ എന്റെ മകനെ അഴിക്കുള്ളിലാക്കിയവളാണല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവും എന്നതുകൊണ്ട്, അതുകൊണ്ട് ഒരിക്കൽ സ്നേഹിച്ചു എന്നുള്ള കുറ്റത്തിന് ഓരോ നിമിഷവും ഞാൻ ചിലപ്പോ നിന്നെ ശപിച്ചു പോയിന്നിരിക്കാം. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ടെങ്കിലും ഞാൻ എന്നെ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് കമൽ അകത്തേക്ക് പോയി. വേദ ആകെ തകർന്നു പോയി കേട്ടോ. വേദ അവിടെ മാറിയിരുന്ന് ഭയങ്കര കരച്ചിലും. ഇത് കണ്ട് നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ്. അപ്പൊ വിക്രത്തിനെ ജയിലിൽ കാണാനായിട്ട് നമ്മുടെ രാജേട്ടനും സജീവനും അതുപോലെ തന്നെ ജോസഫോടെ തിരിക്കുകയാണ്. വിക്രത്തിന്റെ മനസ്സ് മുഴുവൻ നമ്മുടെ ബാലേട്ടന്റെ മോളുടെ ഇതാണ് കേട്ടോ. ആ കുട്ടീനെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പോലീസുകാർ വന്ന് വിസിറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ വേഗം തന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അനിയൻകുട്ടൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവും വിക്രം. സാരമില്ല എന്ന് പറഞ്ഞു. ബാലൻ സാറിന്റെ മോള് അതിപ്പോഴും ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ആത്മഹത്യാ ശ്രമമായിട്ടല്ലേ. ഹോസ്പിറ്റലിലും ആശുപത്രിയിലും വലിയ രീതിയിലുള്ള സ്വാധീനം നടന്നിട്ടുണ്ട്. അതെനിക്കറിയാം, എനിക്ക് ഊഹിക്കാം. വേദിയുടെ മൊഴി അത് കോടതിയിൽ മുഖവരയ്ക്ക് എടുത്ത വട്ട വിക്രം. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം. അതിന് അവള് കണ്ടതല്ലേ അവള് പറഞ്ഞത് രാജേട്ടാ.
നമുക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? പറയാതിരിക്കാൻ നമുക്കൊന്ന് ആവശ്യപ്പെട്ടാലോ? നീ ഒന്ന് ചെയ്തു നോക്ക് വിക്രം. രാജേട്ടന് അവളെ അറിയാഞ്ഞിട്ടാ. അവളൊരു തീരുമാനം എടുത്താൽ അതാർക്കും മാറ്റാൻ കഴിയില്ല. അതാണ് സത്യം. ആ ഒരു താലിയുടെ പേരും പറഞ്ഞ് സ്വന്തം ജീവിതം കൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറെടുത്തവളാ അവള്. ഇനിതിൽ പിന്തിരിയുവോ? എടാ, ഇത് പക്ഷേ അവൾക്ക് തന്നെയല്ലേ ഇത് ദോഷം. നീ അകത്തു പോയാ പിന്നെ അവൾക്കാരാടാ ഉള്ളത്? അതൊന്നും നിന്നെ പോലുള്ളവരുടെ തോന്നലാ ജോസഫേ. വേദയ്ക്ക് ആരുടെയും സഹായം വേണ്ട. അവൾ എന്തിനും പോന്നവളാ. എന്തുകൊണ്ടാ ഇത് ചെയ്തതെന്ന് വേദയോടെങ്കിലും നിനക്ക് പറഞ്ഞുകൂടെ? അതെ, ഒരു പെണ്ണിന് മറ്റൊരു പെൺകുട്ടിയുടെ ദുരിതം എന്താണേലും മനസ്സിലാവും. ആ കാരണം കൊണ്ടാ നീ ഇത് ചെയ്തത് എന്നറിഞ്ഞാൽ വേദ തീർച്ചയായിട്ടും പിന്മാറും, ഉറപ്പ് എന്ന് പറഞ്ഞു വിക്രം. എടാ, നീ ഒന്ന് സമ്മതിക്കടാ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാത്തത് കൊണ്ടാ ജോസഫേ ആ പെൺകുട്ടി അങ്ങനെയാക്കിയത്. MLA വാസവന്റെ മകനാണെന്ന് അവരാരെങ്കിലും സമ്മതിക്കുവോ? ഒരിക്കലും സമ്മതിക്കില്ല. ഇനി അഥവാ വാർത്ത പുറത്തു വന്ന ഏതെങ്കിലും ഒരുത്തൻ ബലിയാടാക്കും. അവനും അവന്റെ കൂട്ടുകാരുകൾക്കൊപ്പം അവള് തോന്നിയതുപോലെ ജീവിക്കായിരുന്നു എന്ന് വരുത്തി തീർക്കും. അതുകൊണ്ട് അവളെ വീണ്ടും സോഷ്യൽ മീഡിയ റേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കുട്ടിയെ പറ്റി എല്ലാ കഥകൾ ഉറപ്പായിട്ടും പരത്തും. അതുകൊണ്ട് ആ കുടുംബം വീണ്ടും അപമാനിക്കപ്പെടും എന്നുള്ളത് ഉറപ്പല്ലേ? അതിലും നല്ലത് അതിനെപ്പറ്റി പുറത്ത് പറയാത്തതല്ലേ? എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ നിന്റെ ഭാവി കൂടി നോക്കണ്ടേടാ. എനിക്കെന്ത് ഭാവി? ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ IAS അല്ലല്ലോ പഠിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരിക്കൽ റോഡിൽ തീരാനുള്ളൊരു ജീവിതമെന്ന് ഉറപ്പല്ലേ? പിന്നെന്ത്? എനിക്കുള്ള പണി കിട്ടിയത് ആ പാവം അനിയൻകുട്ടനല്ലേ? അല്ലെങ്കിൽ ആ വെട്ട് എനിക്ക് കൊള്ളേണ്ടതല്ലായിരുന്നോ? എന്നാലും ഓരെന്നാലും ഇല്ല രാജേട്ടാ. അതെ, എനിക്ക് ആരുടെയും സഹാനുഭൂതി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. വേദയോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് എനിക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടേണ്ട രാജേട്ടാ. പുറത്തു വരണ്ടെന്നാണോ നീ പറയണത്? അങ്ങനെയല്ല. അവനെ തല്ലിയതിന്റെ പേരിൽ അകത്ത് കിടക്കണമെന്ന് എനിക്കൊരു മോഹമില്ല. പക്ഷേ വേദയോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് എനിക്ക് പുറത്തു വരണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കുട്ടിയുടെ പേര് ഞാൻ ഒരിക്കലും പുറത്തു വരികയും വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ ചെല്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ കുഴപ്പമൊന്നുമില്ല, കോടതിയിൽ കാണാം എന്ന് പറഞ്ഞ് വിക്രം നേരെ അകത്തേക്ക് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് വർഷ വന്നിരിക്കുകയാണ്. നമ്മോടൊപ്പം വേദ വരുമോ വർഷ എന്നിങ്ങനെ ചോദിക്കാം. അയ്യോ, ഞാൻ നന്ദിനിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് നമ്മളോടിച്ച് മോശമായി പെരുമാറും. ഏതായാലും നിങ്ങളുടെ മുന്നിൽ വെച്ച് മോശമാക്കാൻ വേദ സമ്മതിക്കില്ല. ഇറങ്ങിയേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചോളും. വാ. അവസാനം ദേവ് രണ്ടുപേരുടെ കയറി വരികയാണ്. ഇവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ നന്ദിനി ഓടി വന്നു. അല്ല, എന്താണോ ഈ വഴിയൊക്കെ വരാൻ? അമ്മേ, ഇതാരാ ചില വിരുന്നുകാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് സ്വീകരിച്ചാട്ടെ. അതെ, ഞങ്ങൾ വിരുന്ന് വന്നതല്ല, എൻ്റെ അനിയത്തെ കാണാൻ വന്നതാ. ഓഹോ, അപ്പോ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ദേ അനിയത്തെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേ കമല അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. കമല ആദ്യം ചിരിച്ചുകൊണ്ടൊക്കെയാ വന്നത് കേട്ടോ. അതെ, ദേ അമ്മേ കണ്ടോ എന്ന് പറഞ്ഞു. വേഗം തന്നെ നന്ദിനി അനിയത്തിയെ കാണാൻ വന്നത്രേ. കേസിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്, വിക്രമിനെ എന്നേക്കുമായി ജയിലിലടയ്ക്കണമെന്ന് ഉപദേശിക്കാൻ വന്നതായിരിക്കും രണ്ടുകൂടി. ഒന്ന് ചെലക്കാതിരിക്കാവോ? ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല, ഞങ്ങൾക്ക് കാണേണ്ടത് വേദയാ. അത് ശരി, ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കിയോ? ഞാൻ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ പെങ്ങള് തന്നെയാ ഇവിടെ ഒരാളെ സബ് ജയിലിലേക്ക് അയച്ചത്. അതിന്റെ വിഷമത്തിലാ എല്ലാരും ഇരിക്കുന്നത്. അതിനിടയിൽ നിങ്ങളോട് വഴക്കിടാൻ ഞങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? നീ മിണ്ടാതിരി നന്ദിനി എന്ന് പറഞ്ഞ കമല. അപ്പോഴേക്കും വേദ അങ്ങ് വന്നു. എന്താ ഇവിടെ? എന്താ വേദേ, ഞങ്ങൾക്ക് നിന്നെ കാണാൻ വന്നൂടെ? ഞാൻ നിന്റെ ചേട്ടനല്ലേ? ആണെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിൽ വിക്രത്തിനോട് നിങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നല്ലോ. അത് ശരി. അപ്പൊ നീ വിക്രത്തിനോട് നീ ചെയ്തതോ? അതിൽ നിനക്ക് തെറ്റൊന്നും തോന്നില്ലേ? നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല, വേദയോട് സംസാരിക്കാൻ വന്നതാ. കേട്ടതിൽ സമാധാനം പറയാൻ ആർക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നന്ദിനി. മോളെ, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്തിന്? ഇവിടെ നിർത്താൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാവും. അതെ, ഇവിടെ നിർത്തുന്നതിൽ പേടി കൊണ്ട് തന്നെയാ. എന്താ വേണ്ടത്? അയ്യോ, ഇവര് പറയുന്ന കേട്ടോ, ഇവളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. സംശയമില്ല, ആ പേടി ഞങ്ങൾക്കുണ്ട് എന്ന് വർഷ. ഇത്രത്തോളം ആയില്ലേ? ഇനി നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്താ, ഞങ്ങൾ ഇവളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തും എന്ന് തീരുമാനിച്ചിട്ടാണോ? അങ്ങനെ വിചാരിച്ചാൽ എന്താ നന്ദിനി തെറ്റ്? വർഷേച്ചി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, അവിടുത്തെ വീട്ടുകാരാണ്. ഇവിടെ വന്ന് ഇവരോട് വഴക്കുണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല എന്ന് പറഞ്ഞു. അതെ,
അങ്ങനെ അവരെ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരിയും നീ തന്നെയാ എന്ന് ഉടനെ നന്ദിനി കയറി പറയാണ്. അതെ, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കുന്ന നല്ലതെന്ന് തോന്നി. എന്റെ കാര്യത്തിൽ കാണിക്കുന്ന കൺസേണിന് നന്ദി. പക്ഷെ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടും വരുന്നില്ല. വേദ, നീ ഇങ്ങനെ ആവേശം കാണിക്കേണ്ട കാര്യമില്ല. അല്പം വിവേകത്തോടെ തീരുമാനമെടുക്കേണ്ട സമയം. ഇവിടെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. നിങ്ങൾ കുറെ നേരമായിട്ട് സംഭവിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞതിന് ഇവളെ ഞങ്ങൾ കൊല്ലൂന്നാണോ? എന്താ, ഞങ്ങൾക്ക് അങ്ങനെ സംശയിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാഷു വന്നു. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.